ചാക്കോച്ചനിലെ ആക്ടറിൽ ഏറ്റവും ശ്രദ്ധിച്ച അങ്ങനെ പ്രത്യേകത എന്തായിരിക്കും? ചാക്കോച്ചൻ്റെ ഒരു ഗുണം എന്തായാലും ചാക്കോച്ചന് ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ അല്ലേ. പക്ഷേ റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. അതെ, ഭയങ്കര പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് പ്രായവരൊക്കെ പറയാറുണ്ട്, ചാക്കോച്ചൻ്റെ പണ്ടത്തെ ആ സ്വീറ്റ് സൈഡ് ഉണ്ടല്ലോ മിസ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾക്കത് മിസ് ചെയ്യാറുണ്ടോ? ഇല്ലല്ല, ഞാൻ റിയൽ ലൈഫിൽ സ്വീറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അത്ര സിനിമകൾ മിസ് ചെയ്യാറുണ്ടോ? പക്ഷെ അത് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരിക്കും പറഞ്ഞ പോലെ. പക്ഷെ അത് ക്യാരക്ടറും ആ സിനിമ ചാക്കോച്ചൻ അല്ല ഇന്റർവ്യൂ വിട്ടുപോയി. മോഹൻലാൽ ബോബൻ എന്നാ വിളിക്കുന്നല്ലേ? ചാക്കോച്ചൻ എന്നുള്ള പേര് പുള്ളി വിട്ടുപോയി. ബോബൻ കുഞ്ചാക്കോ ചാക്കോച്ചൻ. കുഞ്ചാക്കോ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, അത് വിളിക്കാൻ പറ്റത്തില്ല. ഒന്നപ്പൻ്റെ പേര് ഒന്നപ്പൻ്റെ പേരുമോ, പുള്ളിക്കൊരു പേരില്ല. അതിനാണ് എല്ലാവരും കൂടി ചാക്കോച്ചനാക്കിയത്. എന്താ പറഞ്ഞു വന്നേ? സ്വീറ്റ് സൈഡ് അല്ല, അതൊക്കെ കഴിഞ്ഞു. അല്ല, അതാ പറഞ്ഞത് പണ്ടത്തെ സിനിമ, അങ്ങനത്തെ സിനിമകൾ മിസ് ചെയ്യുന്നുണ്ടോ? അല്ല, പുള്ളിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അല്ല, ചാക്കോച്ചൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പുതിയ പുതിയ പാതകൾ വെട്ടിത്തുറക്കയില്ലേ. മറ്റേ കേസ് കൂടലൊക്കെ പ്രത്യേകിച്ച് വേറെ സ്ഥലം ഇങ്ങനെ ചോദിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ചാക്കോച്ചൻ പല്ല് മാറ്റി വന്ന സിനിമ ഹിറ്റാവുന്ന ചില കരക്കമ്പികൾ അഭ്യൂഹങ്ങൾ ഉണ്ടാവാറുണ്ട്. കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത്രേ ഉള്ളൂ. അല്ലാതെ സിനിമ ഹിറ്റാവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഫോർമുലയൊന്നും അല്ലെങ്കിൽ ഇത് വെച്ചാൽ മാത്രം ഹിറ്റ് അടിക്കുന്നു അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചാക്കോച്ചൻ കുറച്ച് കളർ മാറ്റിയപ്പോൾ നമ്മൾ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. അതെ, ശരിയാ. ഫുൾ ഗ്രേ ഉള്ളൂ അല്ലേ? അതെ.